ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെല്ലിക്ക കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ നെല്ലിക്ക തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാസങ്ങളോളം നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ നെല്ലിക്ക റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 350 ഗ്രാം അളവിൽ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. തീരെ വലുതും അല്ല, അതുപോലെ തന്നെ തീരെ ചെറുതും അല്ലാത്ത രീതിയിലാണ് നെല്ലിക്ക എടുത്തിട്ടുള്ളത്. ഇതുപോലെ നെല്ലിക്ക റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ആവശ്യമ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിന് മുകളിലേക്ക് നമ്മുടെ ഇതിൻ്റെ തട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ നെല്ലിക്കയെല്ലാം ഞാനിതൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കരുത്, ആവിയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തേക്കണം. ഇതിപ്പോൾ ഒന്ന് ആവിയിൽ വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ നെല്ലിക്കയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ. ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ചെറിയ രീതിയിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെല്ലിക്കയിലുള്ള ആ കുരു മാത്രം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മുടെ ഈ പൾപ്പ് മാത്രം ഒന്ന് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അതിൻ്റെ കുരു എല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം ഒന്ന് ജാറിലേക്കൊന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ ചെറുതല്ല, മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. ഈ ഒരു അളവിൽ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അതായത് ഒരുപാട് ഇങ്ങനെ തീരെ ഫൈനായിട്ട് പോകണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോട് കൂടി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തേക്കണം. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമുക്കൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഒരു കടായി ഒന്ന് ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 150 ഗ്രാം അളവിൽ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുണ്ട്. ആ ശർക്കര ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ശർക്കര നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കര കല്ലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം മാത്രം ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നേരിട്ടാണ് നമ്മുടെ ഈ നെല്ലിക്കയുടെ ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ നെല്ലിക്കയുടെ മിക്സും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൈയെടുക്കാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റരുത്. മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിരുന്നാൽ കൂടി കുഴപ്പമില്ല. പക്ഷേ ഇരുന്നാലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കരുത്. എങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു കറക്റ്റ് തനതായ രുചി നമുക്കിതിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നെല്ലിക്ക സീസണൊക്കെ ആകുന്ന സമയത്ത് ഇതുപോലെ നെല്ലിക്കയൊക്കെ കുറച്ചധികം വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് നെല്ലിക്ക കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ചില കുട്ടികളൊന്നും നെല്ലിക്ക കഴിക്കാറില്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെ നെല്ലിക്ക കഴിക്കാത്തവർക്ക് കൂടി ഈ ഒരു രീതിക്ക് നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. കുറച്ചധികം നാൾ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കേണ്ടതിൻ്റെ പേരിൽ തന്നെ നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആ നെല്ലിക്കയിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഏകദേശം കുറച്ച് സമയമായിട്ട് ഞാൻ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതായത് അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കരുത്. ഇപ്പോൾ നമ്മുടെ ആ നെല്ലിക്കയിലുള്ള കംപ്ലീറ്റ് വെള്ളവും പോയിട്ടുണ്ട്. അപ്പോൾ ശർക്കരയും നെല്ലിക്കയും മാത്രമായിട്ട് ഈ ഒരു രീതിക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ നമുക്ക്. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് വേണ്ട കുറച്ച് കാര്യമാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ച് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സീഡ്സും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ സീഡ്സ് ആണ്. ഇതിന് പകരം നമ്മുടെ കയ്യിൽ പംകിൻ സീഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ മെലൺ സീഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ സീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാക്കേണ്ട, നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളിത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഒരു നെല്ലിക്ക ഒന്ന് പച്ചയോടെ തന്നെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ ചില നെല്ലിക്കയ്ക്കൊക്കെ നല്ല കുത്തൽ ടേസ്റ്റ് ഉണ്ടാവും, അതായത് നല്ല ഒരു കയ്പ്പ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര കുറച്ചുകൂടി അധികം ചേർത്തേക്കണം. അതല്ല ഒരു മൈൽഡായിട്ടുള്ള നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ശർക്കര മതിയാവും. ഞാനിപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂടൊന്ന് മാറട്ടെ, അതായത് റൂം ടെമ്പറേച്ചറിലാകണം. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നല്ലൊരു ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ആവശ്യമുള്ളപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഉണങ്ങിയ സ്പൂൺ കൊണ്ട് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നെല്ലിക്ക ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.